ഭയങ്കര വിഷമം, അങ്ങനെയൊക്കെയുള്ള ഒരു ഹൃദയം, ആ ഡിപ്രസ് ആയ ഹൃദയം തിരിച്ചു പിടിക്കുമ്പോൾ യേശു കർത്താവ് വരുമ്പോൾ സന്തോഷമുള്ള ഹൃദയമായി മാറപ്പെടുന്നു. ഇനി അടുത്തത് ആ എംപ്റ്റി എന്ന് പറഞ്ഞാൽ എല്ലാം എന്റെ ജീവിതം ഇതുകൊണ്ട് തീർന്നു, ശൂന്യമാണ്, മതി എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ എംപ്റ്റി എന്നുള്ളത് ശൂന്യമായതിൽ നിന്ന് ദൈവം വരുന്നോണ്ട് ഒരു നിറവുണ്ട്, ദൈവത്തിന്റെ നിറവ്. ഇനി അടുത്തത് ആ ഹൃദയം ഒരിക്കൽ നിങ്ങൾ നഷ്ടപ്പെട്ട മകനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട ഒരു ധൂർത്തുപുത്രൻ എന്നൊക്കെ പറഞ്ഞ ബൈബിളിൽ ഒരു സ്റ്റോറിയാണ്. ആ മകൻ നഷ്ടപ്പെട്ടതായിരുന്നു, പിന്നെ പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു മടങ്ങി വന്നതുപോലെ ഈ ലോസ്റ്റായ നമ്മൾ ഓരോരുത്തരും പാപത്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ ക്രിസ്തു യേശു മുഖാന്തരം ദൈവത്തിൽ നമ്മൾ ഫൗണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മെ കണ്ടെത്തി. ഇനി അടുത്തത് നമുക്ക് കാണപ്പെടാം കേട്ടോ, നമ്മൾ പാപമൂലം നമ്മൾ ഓരോരുത്തരും കുറ്റം ഉള്ളവരായിരുന്നു, ഗിൽറ്റായിരുന്നു. എന്നാൽ യേശു കർത്താവ് മൂലം ആ യേശു കർത്താവിനോട് ആശ്രയിച്ചിട്ട് പാപക്ഷമ ലഭിക്കുമ്പോൾ നമ്മൾ ആ കുറ്റത്തേക്ക് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, അങ്ങനെ പാപക്ഷമ ലഭിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ തകർന്നവരാണ്, ബ്രോക്കണായിട്ട് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ ഹൃദയത്തിൽ ദൈവം ഉണ്ടാക്കിയ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിൽ നിന്ന് എല്ലാ മനുഷ്യരും ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ പാപം അവരെ വൈരൂപ്യമാക്കി. ആ ഹൃദയത്തിന്മേൽ ഒത്തിരി വേണ്ടാത്ത ഒത്തിരി ഉണ്ട്, അങ്ങനെ നഷ്ടപ്പെട്ടു അവരുടെ ജീവിതത്തിന്മേൽ. എന്നാൽ അവർക്ക് ഒരു ക്രിസ്തു യേശു വരുന്നതിനോട്ട് അവർക്ക് ഒരു ഹൃദയത്തിൽ ഒരു സൗഖ്യമുണ്ട്, ശാന്തതയുണ്ട്, ദൈവകൃപയുണ്ട്. ഇത്രയൊരു വ്യത്യാസമാണ്. ഒരു സമയത്ത് നമുക്ക് ആ ഹൃദയത്തിന്മേൽ ഭയം ഉണ്ടായിരുന്ന സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഭയമുണ്ട്. ആ ഭയം ഹൃദയത്തിന്മേൽ തിങ്ങി പാപമൂലം നമുക്ക് പലതിനെ പറ്റി ആ നേരത്തെ ഭയമൊന്നും ഇല്ലാത്ത, വേണ്ടാത്ത ഭയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പാപം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരെ തള്ളപ്പെട്ടവരാണ്. നമ്മൾ അനാവശ്യമായിട്ട് ചിലർക്ക് പരീക്ഷയെ പേടി, ചിലർക്കാണെങ്കിൽ ചില സാഹചര്യത്തെ പേടി, ചിലർക്ക് ഇരുട്ടിനെ പേടി, ഇങ്ങനെ ഒത്തിരി ഭയങ്ങളുണ്ട്. ആ ഭയത്തെയൊക്കെ മാറ്റിയിട്ട് യേശു കൂടെ ഉള്ളതുകൊണ്ട് യേശു കഥ പറയണ്ടോ, പലപ്പോഴും പറയണ്ടോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എവിടെ വരെ ഉണ്ട്? ലോകാവസാനത്തോളം വരെ കൂടെയുണ്ട്. ഞാനൊരു ഭയത്തെ പറയുമ്പോൾ ഒരു വാക്യം ഞങ്ങള് കുഞ്ഞുങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയും, യേശു കർത്താവിനെ സ്വീകരിച്ച കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു ആക്ഷൻ കാണിക്കാം, നിങ്ങൾ ഒരുമിച്ച് പറയണേ. ഒറ്റയ്ക്കല്ല, യേശുവിന്റെ കൂടെ എന്ന് പറയണം. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശുവിന്റെ കൂടെ. ഓക്കെ, ഒറ്റയ്ക്കല്ല, യേശുവിന്റെ കൂടെ. ഒറ്റയ്ക്കല്ല, യേശുവിന്റെ കൂടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗത്ത് ഒറ്റയ്ക്കാവുന്ന തോന്നുന്ന സമയത്ത് എന്തുവാ പറയേണ്ടത്? ഞാൻ ഒറ്റയ്ക്കല്ല, യേശുവിന്റെ കൂടെ. ഓക്കെ, എന്നിട്ട് തന്നപ്പെട്ട എന്നെ ആർക്കും വേണ്ടാതെ ചിന്തിക്കുന്ന ഭാഗത്ത് ദൈവ സ്നേഹം കൊണ്ട് നിങ്ങളെല്ലാം സ്വന്തം രക്തം കൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് മാറോട് ചേർത്ത് അടയ്ക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇനി ഭാവി എന്താകും? മനുഷ്യൻ പാപം മുതൽ ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ മേൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ഇവിടെ കൊണ്ട് തീരുന്നതല്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച, യേശു കർത്താവിനെ സ്വീകരിച്ച നമ്മുടെ ജീവിതം മരിച്ച് ഇവിടെ വെച്ച് ക്രിസ്തു ഉള്ളതുകൊണ്ട് ദൈവകൃപ അനുഭവിക്കുന്നവരാണ്. ഇവിടെ വിട്ട് കഴിഞ്ഞ ശേഷവും സ്വർഗത്തിൽ മേൽ അല്ലെ ദൈവത്തോട് കൂടെ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് കിട്ടുന്നത് യേശു രക്ഷിക്കുന്നു നമ്മളെ. ആ യേശുവിൽ കൂടി നമ്മുടെ വിശ്വാസം, ആശ്രയം യേശുവിലാണ് വെക്കുന്നത്. യേശു ഉള്ളതുകൊണ്ട് ജീവിതത്തിലേക്ക് സമാധാനം വരുന്നു. യേശു ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാം അക്സെപ്റ്റിംഗ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. യേശു ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ക്രിസ്മസ് ഈസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പറ്റിയാണ് ഈ ക്രിസ്തുമസ് സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ പറ്റി പറയുന്നത്. ഇത്ര നല്ലവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി രക്ഷകനായി സർവ്വജനത്തിനുണ്ടായിരിക്കുന്ന മഹാസന്തോഷമാണ്